അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ്? അഴിമതിയെക്കുറിച്ചാണ്. എനിക്കിപ്പം ബി ബാലഗോപാൽ ബാലചോട്ട, അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന് ഒരു കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്കിടെ നമ്മൾ ചിന്തിച്ചാൽ ആദ്യം വരുന്ന രണ്ട് പേരുകൾ അണ്ണാ ഹസാരെയുടേതും അരവിന്ദ് കെജ്രിവാളിൻ്റെതാണ്. അതേ അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ രാത്രി മുതൽ നമ്മുടെ രാജ്യത്തിന് മുന്നിൽ ഒരു അഴിമതിക്കാരനായി നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹത്തെ അഴിമതിക്കാരനായിട്ടുള്ള ഒരു ചിത്രീകരണം ഉണ്ട്. അതിൽ രണ്ട് വശങ്ങളുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. ഈ രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഡൽഹിയിൽ, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഡൽഹിയിൽ ഏറ്റവും വലിയ ഈ സമരങ്ങൾ, അഴിമതി വിരുദ്ധ സമരങ്ങൾ നടത്തിയ നേതാക്കളായിരുന്നു അനൂപ് നേരത്തെ പറഞ്ഞ ഈ അണ്ണാ ഹസാരെയും അതുപോലെ തന്നെ ഈ അരവിന്ദ് കെജ്രിവാളും. ഞാൻ അന്ന് മാധ്യമപ്രവർത്തകനായി ഡൽഹിയിലുണ്ടായിരുന്നു. എനിക്ക് അന്നും അത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റിയിരുന്നു. അന്ന് പൊതുവെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ആദ്യം എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ മൂവ്മെന്റിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും ഡി രാജയൊക്കെ ജന്തർ മന്ദറിലെ ഈ ചടങ്ങിൽ വന്നിരുന്നു. അത് മാത്രമല്ല, ഒരു ലെഫ്റ്റിസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പലരും ഈ രാംലീല മൈതാനത്ത് കിടന്ന ചടങ്ങിലും ഒക്കെ പങ്കെടുത്തിരുന്നു. പക്ഷെ പിന്നീട് ആ മൂവ്മെന്റ് അങ്ങോട്ട് പോകും തോറും ഈ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലുള്ളവരുമായി ബന്ധമുള്ള ചില സന്നദ്ധ സംഘടനകൾ ആണ് ഇതിൻ്റെ പിന്നിലെന്നും ഒക്കെ ഉള്ള ആരോപണം ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയായി രൂപീകൃതമായതിനു ശേഷം അവർ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടുമ്പോൾ RSSൻ്റെ പരസ്യ പിന്തുണയും അവർക്ക് ഉണ്ടായിരുന്നു. RSS വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതേ സംഘപരിവാർ സംഘടനകളാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇങ്ങനെ വാളോങ്ങിയിരിക്കുന്നത്. അതിലത് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഡൽഹിയിൽ 3 തവണ വിജയിക്കുന്നു തുടർച്ചയായിട്ട്. അത് കഴിഞ്ഞ് പഞ്ചാബിൽ ഭരണം പിടിക്കുന്നു, ഗോവയിലൊരു സാന്നിധ്യമാകുന്നു, ഗുജറാത്തിൽ BJPയുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ ഗുജറാത്തിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, പഞ്ചാബിൽ BJP ഒരു വലിയ ഫോഴ്സ് അല്ല. ഗോവയിൽ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം കൊണ്ട് രക്ഷപ്പെട്ടത് ആരാണ്? BJP ആണ്. കോൺഗ്രസിനാണ് അവിടെ വോട്ട് കട്ടറാവുകയാണ്. ഗുജറാത്തിൽ കോൺഗ്രസിന് അവരുടെ വോട്ട് ഷെയർ കട്ട് ചെയ്ത് കൊണ്ടുപോയത് അത്രയും സാഹചര്യം മാറുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ഒരു 5 മാസം മുന്നേ വരെയുള്ള സാഹചര്യമാണ്. ആ സാഹചര്യം മാറി. നോക്കൂ, ഡൽഹിയിൽ 7 ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ പലതവണകളായി മുഴുവൻ സീറ്റും BJPക്കാണ്. ഇത്തവണ 4 സീറ്റിൽ ആം ആദ്മി പാർട്ടി, 3 സീറ്റിൽ കോൺഗ്രസും സഖ്യമായി മത്സരിക്കുന്നു. അപ്പുറത്ത് ഗോവയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ഹരിയാനയിൽ BJPക്ക് വലിയ പ്രതീക്ഷയുള്ള സ്ഥലമല്ലേ ഹരിയാന? ആ ഹരിയാനയിൽ സഖ്യമാണ്. അല്ല അനൂപേ, ഞാൻ ഇന്ന് സുപ്രീം കോടതിയിൽ ഈ കേസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നപ്പോൾ ഇത് വലിയ തോതിൽ ഈ രാഷ്ട്രീയ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിലെ ഒരു പ്രമുഖനായ ഒരു അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യമാണ് നോക്കുക, ഈ കോൺഗ്രസുമായിട്ടൊരു സഖ്യത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം സിവിൽ ലൈൻസിൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു ഭീഷണിയൊന്നും ഉണ്ടാകില്ലായിരുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രോസ്പെക്ട്സ്, കോൺഗ്രസുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു വിനയായത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതെന്നാണ് പറയുന്നത്. ഇത് വലിയ തോതിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു പക്ഷേ ഈ BJP ആയിട്ടും അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായിട്ടൊക്കെ നിൽക്കുകയായിരുന്നെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. സാധ്യത വളരെ കുറവാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന്, ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ എന്ത് ചിന്തിക്കും? തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിന് അനുകൂലമായ ഒരു തരംഗം, ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും സാധ്യത. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മളിന്ന് പലപ്പോഴും ഞാനും അനൂപമൊക്കെ ഇന്ന് ഒത്തിരി ഡൽഹിയിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്തതാണ്. നമ്മൾ രാവിലെ ED ഓഫീസിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സുപ്രീം കോടതിയിൽ പോയി, റോസ് അവന്യൂ കോടതിയിൽ പോയി. ഈ പലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഈ അദ്ദേഹത്തിനൊരു എന്താ പറഞ്ഞ ഒരു സഹതാപം ചില കോണുകളിലെങ്കിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, 2014-ലും 2019-ലും ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP തൂത്തുവാരിയതാണ്. അവിടെ വേറൊരാൾക്ക് 2 ലക്ഷം 3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുണ്ടായിരുന്ന ഒരു സ്ഥലത്താണ്. അന്നൊക്കെ മോഡി ആയിരുന്നു. ആ വികാരത്തിലേക്കാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വരുന്നത്. വേറൊരു കാര്യം, ഞാൻ കുറച്ച് ആളുകളായിട്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോൾ ചില ഇംഗ്ലീഷ് ഹിന്ദി പത്രങ്ങളുടെ ആളുകളൊക്കെ പറഞ്ഞത് ഒരുപക്ഷെ ഇതിൻ്റെ ഗുണം പഞ്ചാബിൽ കോൺഗ്രസിനായിരിക്കും നഷ്ടമുണ്ടാവുക എന്ന് പറയുന്നു. കാര്യം കോൺഗ്രസും ആം ആദ്മി പാർട്ടി അവിടെ രണ്ടായിട്ടാണ് മത്സരിക്കുന്നത്. കെജ്രിവാളിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം പഞ്ചാബിൽ ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്ന സീറ്റ് പോലും അവിടെ നഷ്ടപ്പെടും. എന്നാൽ ഡൽഹിയിലെ ജനങ്ങൾ കുറച്ചുകൂടി ഈ കാര്യങ്ങളൊക്കെ അറിയും. എന്തുകൊണ്ട് ജാമ്യം കിട്ടിയില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ തിരിച്ച് ആം ആദ്മിക്കാരോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഡൽഹിയിൽ കാര്യമായ ഗുണം ആം ആദ്മിക്ക് ലഭിക്കാതിരിക്കുകയും പഞ്ചാബിൽ ഒരു പക്ഷേ അത് ആം ആദ്മിക്ക് ഗുണമാവുകയും കോൺഗ്രസിന് ദോഷമാവുകയും ചെയ്യുന്നൊക്കെ ഒരു വിലയിരുത്തൽ. ഈ അറസ്റ്റിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടതാണ്. കാരണം
ഇന്നലെ ഇന്ത്യയിൽ ഈ ഇലക്ട്രൽ ബോർഡ് സംബന്ധിച്ചുള്ള വിവരം പുറത്തു വരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ വരുന്ന വിവരങ്ങൾ, ആ വിവരങ്ങളൊക്കെ ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കേജ്രിവാൾ. എനിക്കതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ള ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ ഒരാൾ അറസ്റ്റിലായി കുറച്ച് ദിവസം കഴിയുമ്പോൾ 5 കോടി രൂപ BJPക്ക് നൽകുന്നു. അത് കഴിഞ്ഞ് മാപ്പ് സാക്ഷിയാവുന്നു. അദ്ദേഹത്തിന്റെ മൊഴിയാണ് ഇപ്പോൾ കേജ്രിവാളിനെതിരെ വരുന്നത്. മാപ്പ് സാക്ഷിയായ ശേഷം വീണ്ടും 20 കോടി കൊടുക്കുന്നു BJPക്ക്. മദ്യ നയ അഴിമതി കേസിൽ പ്രതിയായ ഒരാൾ ആദ്യം 5 കോടി രൂപ BJPക്ക് കൊടുക്കുന്നു. അതിനുശേഷം അയാളെ മാപ്പ് സാക്ഷിയാവുന്നു. മാപ്പ് സാക്ഷിയായ ശേഷം വീണ്ടും 20 കോടി കൊടുക്കുന്നു. 2014-ലും 2019-ലും ഒരു അഴിമതി വിരുദ്ധ, അല്ലെങ്കിൽ ഞങ്ങൾ അഴിമതിക്കാരൊന്നും അല്ല എന്നുള്ള ഒരു പ്രതിച്ഛായ BJPക്ക് ഉണ്ടായിരുന്നു. BJPക്കെതിരെ വലിയ തോതിലുള്ള അഴിമതിയൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം എടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പറയാനൊന്നും പറ്റില്ല. റാഫേൽ മാത്രമായിരുന്നു വന്നത്. അത് പക്ഷേ അങ്ങനെ വലിയ തോതിൽ ജനങ്ങളിൽ സ്വാധീനമൊന്നും ചെലുത്തില്ല. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് അങ്ങനെയല്ല. ചെറിയ തോതിലെങ്കിലും അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് BJPക്ക് അല്പം ആശങ്കയോടുകൂടി. കാരണം ഒരു ഭാഗത്ത് സുപ്രീം കോടതിയാണ് നിന്ന് ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. 3 വരി എനിക്കതിൽ പറയണം. അതായത് ചില കമ്പനികൾ, പ്രത്യേകിച്ച് മേഗ ഇൻഫ്രാസ്ട്രക്ചർ, ആ കമ്പനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ചില കരാറുകൾ ലഭിക്കുന്നു. തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ ആ കരാറുകൾ ലഭിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസമോ BJPയുടെ അക്കൗണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം എത്തുന്നു. ഈ പറയുന്ന റെഡ്ഡിമാരിൽ പലരും ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തികൾ പണം കൊണ്ട് കൊടുക്കുന്നു. ആ പട്ടിയെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് വളരെ നീണ്ട അഴിമതിയുടെ അല്ലെങ്കിൽ കൈക്കൂലിയുടെ ഒക്കെ ഒരു പുതിയ രൂപമായി ഇതിങ്ങനെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിടുന്നത്. അഴിമതിയുടെ ഒരു പുതിയ നിർവചനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, എന്തായാലും തിരഞ്ഞെടുപ്പിൽ ഇത് സജീവ ചർച്ചയാവും, ബോണ്ടും ചർച്ചയാവും. ഒരുപക്ഷെ കോൺഗ്രസിന് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഒന്നിപ്പിക്കാൻ കിട്ടിയ ഒരു സുവർണ അവസരമായിരിക്കും. അതെ, നമുക്ക്